നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ടെക്നിക്കാണ് കേട്ടോ ഇത്. വേറെ ഒന്നുമല്ല, മുടി പിന്നിയിട്ടിട്ട് തുമ്പൊന്ന് കെട്ടി വയ്ക്കണം. ഈ ഒരു ഹെയർ സ്റ്റൈൽ നമ്മുടെ മുടി സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതായത് ഞാൻ ഇന്ന് പള്ളിയിൽ പോയിട്ട് വന്ന ഉടനെ, അതായത് പള്ളിയിൽ പോയപ്പോൾ മുടി പിന്നിയിട്ടിട്ട് ആണ് പോയത് കേട്ടോ. തിരിച്ച് വന്നപ്പോൾ ജസ്റ്റ് വേറെ ഒന്നും ചെയ്തില്ല, തുമ്പൊന്നും മടക്കി കൊടുത്ത് ഒരു ബണ്ണും ഇട്ടു. വീഡിയോ എടുക്കുന്നത് വരെ അങ്ങനെ തന്നെ ഇട്ടിരുന്നു കേട്ടോ. ഞാൻ സ്ഥിരം ഈ ഒരു ഹെയർ സ്റ്റൈലാണ് വീട്ടിൽ നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കിടക്കുന്ന സമയത്തും സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഞാൻ ഈ ഹെയർ സ്റ്റൈലാണ് കിടക്കുന്ന നേരത്തും ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇന്ന് നമ്മൾ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹോം റെമഡിയെ പറ്റിയാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു ഹോം റെമഡിയാണ് ഉള്ളിയുടെ ജ്യൂസ് അല്ലേ. ചിലർ ഉള്ളിയുടെ ജ്യൂസ് ഡയറക്റ്റായി തേക്കാറുണ്ട്, ചിലർ അത് ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുകയോ അല്ല എങ്കിൽ ചിലർ വേറെ എന്തെങ്കിലും കോമ്പിനേഷനിൽ ചേർത്തിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാറുമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ വേറെ ഏതെങ്കിലും കോമ്പിനേഷനിൽ ചേർത്ത് തേക്കുന്നത് അത്ര കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉള്ളി ജ്യൂസ്, അതായത് ഉള്ളി അരിഞ്ഞിട്ടിട്ട് നമ്മൾ എണ്ണയൊക്കെ കാച്ചാറില്ലേ, ആ സമയത്ത് നമ്മുടെ സൾഫറിൻ്റെ, അതായത് നമ്മുടെ ഉള്ളിയുടെ കണ്ടൻ്റ് എല്ലാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഒരു കാരണവശാൽ നമ്മൾ ഉള്ളി ചൂടാക്കാൻ, അതായത് എണ്ണയിലിട്ട് ചൂടാക്കി തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അങ്ങനെ എണ്ണ കാച്ചുന്നവർ, ഉള്ളി ഇട്ടിട്ട് എണ്ണ കാച്ചുന്നവരുണ്ടെങ്കിൽ അതൊന്ന് അവോയ്ഡ് ചെയ്യുക. അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടത്തില്ല കേട്ടോ. ചിലരാണെങ്കിൽ ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അവർക്ക് മുടി പൊഴിച്ചിൽ നന്നായിട്ട് കുറയുന്നുമുണ്ട്. എന്നാൽ ചിലർക്ക് ഉള്ളി ജ്യൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗുണം കിട്ടണമെന്നില്ല. മാത്രമല്ല തലയോട്ടിൽ ചൊറിച്ചിലുണ്ടാവുകയും കൂടുതലായി മുടി കൊഴിച്ചിലുണ്ടാവുന്നതായിട്ട് തോന്നുകയും ചെയ്യാം. അവർക്ക് ചിലപ്പോൾ മുടിയും നരയ്ക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നോക്കാം. ഉള്ളിയിൽ മുടിക്ക് ഗുണം ചെയ്യുന്ന സൾഫർ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. വൈറ്റമിൻ സി, ഫ്ലവനോയിഡ്സ്, ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമുണ്ട്. ഇതിൽ സൾഫറും ധാരാളം ഉണ്ട് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഐറ്റമാണ് നമ്മുടെ സൾഫർ കേട്ടോ. അതുപോലെ തന്നെ ഉള്ളിനീരിന് വളരെ എഫക്റ്റീവായിട്ടുള്ള ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ. ഈ രണ്ടിൻ്റെയും കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ഷൻ കാരണമാണ് മുടി പൊഴിച്ചിൽ പലർക്കും കുറയുന്നത്. എങ്ങനെയാണ് ഉള്ളിയുടെ ജ്യൂസ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മുടെ ഹെയർ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും ഉള്ളിൽ കോർട്ടെക്സ്, അതിൻ്റെ മുകളിൽ മെഡുല്ല, അതിൻ്റെ പുറത്തായി ക്യൂട്ടിക്കിൾ എന്ന് പറയുന്ന ഒരു കട്ടിയുള്ള ലെയറും കാണാം കേട്ടോ. എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഒരു നാര് പോലെ മുടിയായി നിലനിർത്തുന്നത്. കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുടിയെ എല്ലാം ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് കെരാറ്റിൻ എന്ന് പറയുന്ന ഒരു കവറിങ് ആണ്. ഈ കവറിങ് എന്ന് പറയുന്നത് നമ്മുടെ പാമ്പിൻ്റെ ശൽക്കങ്ങൾ പോലെ ലെയറായിട്ടുള്ള പ്രോട്ടീൻ പാളി ഒരുമിച്ച് ചേർത്ത് വെച്ചാണ് നമ്മുടെ മുടിയുടെ പുറമേയുള്ള കവറിങ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പലപ്പോഴും കെരാറ്റിൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പെട്ടെന്ന് മുടി കൊഴിച്ചിലുണ്ടാകുന്നത് കേട്ടോ. ചിലർക്ക് പകുതി വെച്ച് മുടി പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്, ചിലർക്ക് മുടി ചീകുന്ന സമയത്ത് മുടി പൊട്ടിപ്പോകും. ഇതെല്ലാം സംഭവിക്കുന്നത് കെരാറ്റിൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. കെരാറ്റിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ പ്ലേറ്റുകളെ തമ്മിൽ ഒരുമിച്ച് ബന്ധിപ്പിച്ച് നിലനിർത്താൻ സഹായിക്കുന്നത് ഡൈസൾഫൈഡ് ബോണ്ടാണ്. ഈ ബോണ്ടിൽ ഉണ്ടാകുന്ന കേടുപാടുകളാണ് മുടി കൊഴിയാനും മുടി പൊട്ടിപ്പോകാനും കാരണമാകുന്നത്. നമ്മൾ മുടിയിൽ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിയുടെ ജ്യൂസിലുള്ള സൾഫർ ഡൈസൾഫൈഡ് ബോണ്ടിനെ നന്നായി സ്ട്രോങ് ആക്കും കേട്ടോ. അങ്ങനെയാണ് മുടി പൊഴിയുന്നത് മാറുന്നത്. അതുപോലെ തന്നെ ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പകുതി പേർക്ക് നല്ല റിസൾട്ട് കിട്ടും, പക്ഷേ പകുതി പേർക്ക് ഇത് ഓപ്പോസിറ്റ് റിസൾട്ടായിരിക്കും നൽകുന്നത്. അതുകൊണ്ടൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ ഇത് മുടി കൊഴിച്ചിൽ മാറുമെന്ന് പറഞ്ഞിട്ട്, അതായത് ഉള്ളിയുടെ ജ്യൂസ് നമ്മുടെ മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ അതായത് നല്ല റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് നല്ല റിസൾട്ട് കിട്ടിയവരും അമിതമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ മാസത്തിൽ 2 3 പ്രാവശ്യം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇത് അമിതമായി കഴിഞ്ഞാലും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് പ്രശ്നമാണ് കേട്ടോ. അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം തലയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണയായി പുരുഷന്മാരിൽ ധാരാളമായും പല സ്ത്രീകൾക്കും കഷണ്ടി കാണുന്നുണ്ടല്ലേ. കഷണ്ടി എന്ന് പറഞ്ഞാൽ മുടി ഡയറക്റ്റ് ആയിട്ട് പൊഴിഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, മുടിയുടെ തിക്നെസ് പതിയെ കുറഞ്ഞ് അതായത് മുടി ക്രമേണ നീളം കുറഞ്ഞു വരികയും പിന്നെ അതില്ലാതാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുടിയുടെ നമ്മുടെ സ്കാൽപ്പിലുള്ള കോശങ്ങളിൽ ഡൈഹൈഡ്രോക്സി ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറയുന്ന ഹോർമോൺ കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നത്. എന്നാൽ നമ്മൾ ഉള്ളിയുടെ ജ്യൂസ് കഷണ്ടിയോ ഇത്തരത്തിലുള്ള ഹോർമോൺ ഇൻബാലൻസ് കാരണമാണ് മുടി പൊഴിച്ചിലുള്ളതാണെങ്കിൽ നമ്മൾ ഈ ഉള്ളി ജ്യൂസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മുടി നേർത്ത് വരുന്നതിൻ്റെ ടെൻഡൻസി കുറഞ്ഞു വരും കേട്ടോ. അതുകൊണ്ട് കഷണ്ടിയോ മുടി നേർത്ത് പോവുകയോ ചെയ്താൽ ഉള്ളി ജ്യൂസ് ബെനിഫിറ്റാണ് കേട്ടോ.
അതുകൊണ്ട് അങ്ങനെയുള്ള ടെൻഡൻസി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ചിലർക്ക് സ്കാൽപ്പിൽ ഫംഗൽ രോഗങ്ങൾ മാറുന്നതിന് ഉള്ളി ജ്യൂസ് നല്ലതാണ് കേട്ടോ. കൂടാതെ തലയോട്ടിയിൽ വരുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ട്, തലയിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ മുടി കൊഴിച്ചിലിന് കാരണമാകും കേട്ടോ. ഇത്തരക്കാർക്കും ഉള്ളി ജ്യൂസ് ബെനിഫിറ്റ് ആണ് കേട്ടോ. ഈ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഉള്ളി ജ്യൂസ് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി കൊഴിച്ചിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാറുള്ളത്. അല്ലാതെയുള്ള ഹോർമോണൽ ഇൻബാലൻസ്, സ്ട്രെസ്സ്, മാരക രോഗങ്ങൾ ഉണ്ടായിട്ട് അതിൻ്റെ പരിണത ഫലമായിട്ട് നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ, അതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്തതുകൊണ്ട് ഒരു കാര്യം നമുക്ക് കിട്ടുന്നില്ല. ഇനി നമുക്ക് ഉള്ളിയുടെ ജ്യൂസ് എങ്ങനെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഉള്ളിയുടെ ജ്യൂസ് എടുത്തിട്ട് കിടക്കുന്നതിന് മുമ്പ് അല്പം നേർപ്പിച്ച് തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കിടക്കുകയോ അല്ല എങ്കിൽ കുളിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പിൽ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞാലും മതിയാകും കേട്ടോ. ആഴ്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാസത്തിൽ 3-4 പ്രാവശ്യം മാത്രം നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ചിലവർക്ക് ഇതിൻ്റെ സ്മെല്ല് പിടിക്കത്തില്ല കേട്ടോ. അങ്ങനെയുള്ളവർ മാത്രം ഷാമ്പൂസ് ഉപയോഗിച്ചാൽ മതി. അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ നാടൻ താളികൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അതുപോലെ തന്നെ ചിലർക്ക് ഉള്ളിയുടെ ജ്യൂസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതിൻ്റെ സ്മെല്ല് ഒരു വല്ലാത്തൊരു സ്മെല്ലും. നമ്മൾ ആദ്യം എന്താ പറയുക, ചെറുതായിട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് അത്ര സ്മെല്ല് കാണത്തില്ല, പക്ഷേ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും കേട്ടോ. അതുപോലെ തന്നെ സ്മെല്ലും അതുപോലെ തന്നെ കണ്ണിലൊരു നീറ്റലുമാണ് ഇതിന് കാരണം കേട്ടോ. അത് നമ്മുടെ ഉള്ളിൽ സൾഫർ കണ്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പക്ഷേ അമിതമായിട്ട് കണ്ണിൽ നീറ്റലുണ്ടെങ്കിൽ അവർ ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ചില സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട് ഉള്ളി എണ്ണയിൽ കാച്ചി തേക്കാറുണ്ട്. ഇങ്ങനെ എണ്ണ ഉണ്ടാക്കി തേച്ചാൽ നമ്മുടെ സൾഫർ കണ്ടൻറ്റ് നഷ്ടമാകും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ട് സൾഫർ കണ്ടൻറ്റ് നമ്മൾ സ്മെല്ല് കുറയാൻ വേണ്ടിയിട്ട് ചൂടാക്കി തേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡയറക്റ്റ് ഉള്ളിയുടെ ജ്യൂസ് തേക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതെന്ന് പറയുന്നത് ഉള്ളിയുടെ സൾഫർ കണ്ടൻ്റാണ് കേട്ടോ. അപ്പോൾ ആ സൾഫർ കണ്ടൻറ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകും, പിന്നെ നമ്മളത് തേച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഉള്ളിയുടെ ജ്യൂസ്, അതായത് ഉള്ളി ചൂടാക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതുപോലെ തന്നെ ഇത് അധികം കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ അത്ര നല്ല ഒരു സാധനമല്ല. കാരണം ഇത് നമ്മുടെ കണ്ണിൽ നീറ്റലും അതുപോലെ തന്നെ ചിലവർക്ക് നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമിതമായിട്ട് ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. ഞാൻ സാധാരണ ഉള്ളിയുടെ ജ്യൂസും അതുപോലെ തന്നെ നാടൻ വെളിച്ചെണ്ണ, അല്ലെങ്കിൽ ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഡാബർ ആംല എന്ന് പറയുന്ന ഒരു ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് തലയിലേക്ക്, അതായത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മുടി ഇഴകളിലേക്കല്ല അപ്ലൈ ചെയ്യുന്നത്, സ്കാൽപ്പിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.